ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചെന്ന് US സൈന്യം അവകാശപ്പെട്ടു. ഇറാൻ അവരുടെ ക്രൂസ് മിസൈലുകളും മറ്റായുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണശാലകളെല്ലാം ബോംബിട്ട് തകർത്തതോടെയാണ് ഇത് സാധ്യമായതെന്നും സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും കടലിടുക്ക് തുറക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് 22 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കി. UAE, ബഹ്റൈൻ, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രസ്താവനയിൽ ഒപ്പിട്ടു. അതിനിടെ ഹോർമൂസിലൂടെ ജപ്പാൻ കപ്പലുകളെ കടത്തിവിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനുമായി ബന്ധമുള്ള ദുബായിലെ ആശുപത്രി പൂട്ടാൻ UAE ഉത്തരവിട്ടെന്ന് AFP റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർസിയ ദ്വീപിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമം US വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നു. UKയുടെ അധീനതയിലുള്ളതും UKയുടെയും US-ന്റെയും സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നതുമായ ദ്വീപാണ് ഡീഗോ ഗാർസിയ. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും US സൈനിക നടപടികളിൽ നിർണായക പങ്കുവഹിച്ച US സൈനിക താവളമാണ് ചാഗോസ് ദ്വീപുകളിലെ ഡീഗോ ഗാർസിയയിലുള്ളത്. ഇറാനിയൻ പ്രദേശത്ത് നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർസിയ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയത് 2 മിസൈൽ ആക്രമണങ്ങളാണ്. ഇതിൽ ഒരു മിസൈൽ പകുതി ദൂരത്തിൽ പരാജയപ്പെടുകയും മറ്റൊരു മിസൈൽ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയും ചെയ്തു. US-ന്റെ ഇന്റർസെപ്റ്റർ സംവിധാനമാണ് ഇറാനിയൻ മിസൈൽ തകർത്തത്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കൻ സൈന്യം ബോംബറുകളും മറ്റു ഉപകരണങ്ങളും ഡീഗോ ഗാർസിയ താവളത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും US നടത്തിയ ബോംബിംഗ് ക്യാമ്പയിനുകൾ ഈ ദ്വീപിൽ നിന്നുമാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇറാനെതിരായ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അറിയിച്ചിരുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരായ എല്ലാ സുരക്ഷാ ഭീഷണികളും നീക്കം ചെയ്യും. അതുവരെ ഇറാൻ ഭരണകൂടത്തിനെതിരായ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ അറിയിച്ചു. ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാൻ ഭരണകൂടവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ശത്രുപക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്ന ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യത്തെ അയക്കാൻ മടിക്കുന്ന നാറ്റോ സഖ്യകക്ഷികളുടെ നിലപാട് ഭീരുത്വമെന്നും ട്രംപ് വിമർശിച്ചു. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിനെതിരായ ആക്രമണം IAEA സ്ഥിരീകരിച്ചു. ആക്രമണം നടന്നെങ്കിലും മേഖലയിൽ ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നും ഏജൻസി വ്യക്തമാക്കി. സാധാരണക്കാർക്ക് ഒരു അപകട മുന്നറിയിപ്പും ഇല്ല. ആക്രമണത്തിൽ പിന്നിൽ അമേരിക്കയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാന്റെ വാതകപ്പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. ഇനി ആക്രമിച്ചാൽ സംയമനം പാലിക്കില്ല. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ആക്രമണശേഷിയുടെ ചെറിയ അംശം മാത്രമെന്നാണ് പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. അമേരിക്കയുടെ F-35 വിമാനം ആക്രമിച്ചതായി IRGC അവകാശപ്പെട്ടു. വിമാനം സുരക്ഷിതമായി നിലത്തിലിറക്കിയെന്നും സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിവരികയാണെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.